കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പാർട്ടിക്കെതിരെ ബി.ജെ.പി സ്ഥിരമുയർത്തുന്ന ആരോപണമാണ് ഗാന്ധി കുടുംബമാണ് പാർട്ടി ഭരിക്കുന്നതെന്ന്. ഗാന്ധി കുടുംബത്തിന്റെ കുടുംബവാഴ്ചയെ ബി.ജെ.പി പരിഹസിക്കുമ്പോൾ കോൺഗ്രസ് മന്ത്രിമാരും ജനപ്രതിനിധികളും സംഘടനാ ഭാരവാഹികളുമായിരുന്ന നേതാക്കളുടെ മക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് പോകുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത്. കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വന്ന മക്കൾ നേതാക്കൾ ആരൊക്കെയാണെന്നും അവർ ബി.ജെ.പിയിൽ ഇപ്പോൾ വഹിക്കുന്ന പദവികൾ എന്തൊക്കെയാണെന്നും നോക്കാം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ പേര് തന്നെയാണ് കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത്. പാർട്ടിയിൽ നിന്ന് സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമാണ് അനിൽ ആന്റണി ബി.ജെ.പിയിൽ ചേർന്നത്. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്ന അനിൽ ആന്റണി ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകനാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കിക്കൊണ്ട് ബി.ജെ.പിയിലേക്ക് കൂടുമാറിയ ജ്യോതിരാദിത്യ സിന്ധ്യ. യു.പി.എ സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന സിന്ധ്യ 2020 കമൽനാഥുമായുള്ള അധികാര തർക്കത്തെ തുടർന്ന് ബി.ജെ.പിയിലേക്ക് പോയത്. ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര വ്യോമയാന മന്ത്രി കൂടിയാണ്. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി എച്ച്.എൻ. ബഹുഗുണയുടെ മകളായിരുന്ന റീത്ത ബഹുഗുണ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും യു.പി. പി.സി.സി അധ്യക്ഷ സ്ഥാനവും വഹിച്ചിരുന്നു. ലോക്സഭാംഗമായ റീത്ത 2016 ബി.ജെ.പിയിൽ ചേരുന്നത്. യു.പിയിൽ ബി.ജെ.പി സർക്കാരിന്റെ വനിതാ ശിശുക്ഷേമ മന്ത്രിയായിരുന്നു അവർ. കോൺഗ്രസ് ഭരണകാലത്ത് കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്പീക്കറുമായിരുന്ന ബൽറാം ഛാക്കറുടെ മകൻ സുനിൽ ഛാക്കർ 2022 ബി.ജെ.പിയിൽ ചേരുന്നത്. നിലവിൽ പഞ്ചാബ് ബി.ജെ.പി അധ്യക്ഷനായ അദ്ദേഹം കോൺഗ്രസിലായിരിക്കെ പഞ്ചാബ് പ്രതിപക്ഷ നേതാവ്, പി.സി.സി അധ്യക്ഷൻ, ലോക്സഭാംഗം തുടങ്ങിയ പദവികൾ വഹിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ അംഗമായിരുന്ന സി.പി.എൻ സിംഗിന്റെ മകൻ ആർ.പി.എൻ സിംഗ് 2022 ബി.ജെ.പിയിൽ ചേർന്നത്. യു.പി.എ ഭരണകൂടത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് ബി.ജെ.പി കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭാ സീറ്റ് നൽകിയത്. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനും അവിഭക്ത ആന്ധ്രയുടെ മന്ത്രിയുമായിരുന്ന എൻ അമർനാഥ് റെഡ്ഡിയുടെയും മകനും ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയുമായ കിരൺ കുമാർ റെഡ്ഡി കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയത്. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭജൻലാലിന്റെ മകൻ കുൽദീപ് ബിഷ്ണോയിയും തമിഴ്നാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ജി.കെ. മൂപ്പനാരുടെ മകൻ ജി.കെ. വാസവനുമാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ മറ്റ് നേതാക്കൾ. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ വിഭാകർ ശാസ്ത്രി കോൺഗ്രസ് വിട്ട് ഈയടുത്ത് ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിരുന്ന എസ്.ബി. ചവാന്റെ മകനായിരുന്ന അശോക് ചവാൻ ബി.ജെ.പിയിലേക്ക് പോയത് വളരെയേറെ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ലീഡർ കരുണാകരന്റെ മകളാണ് പത്മജ വേണുഗോപാൽ. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പത്മജയുടെ ബി.ജെ.പി പ്രവേശനം. ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്നു പത്മജ വേണുഗോപാൽ.